ഹേ ഗൈസ്, 10ാം ക്ലാസ് മാത്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി വരുന്ന ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്രയാണ് ഞാൻ എടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ ഉള്ളും അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോയിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ആദ്യം അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കണം. ഓക്കെ, ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഉള്ളിൽ ആൽജിബ്രയ്ക്ക് എന്താണ് പ്രാധാന്യം? നമ്മൾ ആൽജിബ്ര എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഒരു ആൽഫബറ്റ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ ചെയ്യണ മാത്തമാറ്റിക്സിനെയാണ് നമ്മൾ ആൽജിബ്ര എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു മരം ഉണ്ട് ഇവിടെ, അതിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിൽ ഒരു 20 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ ടവറിനാണെങ്കിൽ 30 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോർണർ തൊട്ട് ഇവിടം വരെയുള്ള, അതായത് ഇതിൻ്റെ ഒരു ഹൈപ്പോട്ടനസിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റീനെ എക്സ് എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പൈതഗോറസ് തിയറം 30² + 20² = s² ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇത്തരത്തിൽ ഒരു ക്വാണ്ടിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റീനെ നമ്മളൊരു നമ്പർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് ചെയ്യണ മാത്സിനെയാണ് ആൽജിബ്ര എന്ന് പറയുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഈ അരിത്തമെറ്റിക് സീക്വൻസിനുള്ള അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. അതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള സീരീസ് 2, 4, 6, 8 ഇങ്ങനെ പോകണ ഒരു ഇരട്ട നമ്പറിൻ്റെ അല്ലെങ്കിൽ ഈവൺ നമ്പറിൻ്റെ ഒരു സീക്വൻസും 1, 3, 5, 7 ഇങ്ങനെ പോകണ ഒറ്റ നമ്പറിൻ്റെ ഒരു സീക്വൻസും ഇമാജിൻ ചെയ്യുക. ഇതിൻ്റെ ഒന്നാമത്തെ പൊസിഷൻ ഇവിടെയാണ്, രണ്ടാമത്തെ പൊസിഷൻ ഇത്, മൂന്നാമത്തെ പൊസിഷൻ അത്, നാലാമത്തെ പൊസിഷൻ അത്, സോ ഓൺ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സീരീസ് നമ്പർ 1, നമ്പർ 2, ഈ ആദ്യത്തെ സീരീസിൻ്റെ ഒരു ഡെഫിനിറ്റ് പൊസിഷനിലുള്ള ടേമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതാണ് ആൽജിബ്രിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സീരീസിൻ്റെ ആൽജിബ്രിക് ഫോം എന്ന് പറയുന്നത് 2n ആയിരിക്കും. ഓക്കെ, അതായത് ഇതിൽ ഏത് പൊസിഷനിലും ടേം കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഇൻറ്റു 2 ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, തേർഡ് പൊസിഷനിലാണ് കണ്ടുപിടിക്കണമെങ്കിൽ 2 × 3 ചെയ്താൽ മതി. ഓക്കെ, ഫോർത്ത് പൊസിഷനിലാണ് കണ്ടുപിടിക്കുന്നത് 2 × 4 8 കിട്ടി. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിലാണെങ്കിൽ 2 × 1 2. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൽജിബ്രിക് ഫോം എന്ന് പറയുന്നത് an എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് പൊസിഷനിലെ പദം an എന്ന് വേണമെങ്കിൽ പറയാം. ചില സ്ഥലത്ത് xn എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ an ആണ് ഉപയോഗിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ സീരീസിൻ്റെ നോക്കാം. രണ്ടാമത്തെ സീരീസിൻ്റെ ആൽജിബ്രിക് ഫോം ഏതായിരിക്കും? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ 2n - 1 ആണ് ഇതിൻ്റെ ആൽജിബ്രിക് ഫോം. ഇതിലിട്ട് നോക്കി നിങ്ങൾ 1 2 × 1 - 1 ഒന്നാമത്തെ പദം 1 കിട്ടി. ഇനി മൂന്നാമത്തെ പദം നോക്കാം വേണമെങ്കിൽ 2 × 3 - 1 6 - 1 5 ആയിരിക്കും. കണ്ടോ? അപ്പോൾ ഇതാണ് ഇത് ഫസ്റ്റ് ടൈമിൻ്റെ ആൽജിബ്രിക് ഫോമാണ്. ഇത് സെക്കൻഡ് ടൈമിൻ്റെ ആൽജിബ്രിക് ഫോമാണ്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഏതൊരു അരിത്തമെറ്റിക് സീരീസ് വന്നാലും അതിൻ്റെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ് an = a + n - 1 × d. ഇത് ചില സ്ഥലത്ത് an പകരം xn എന്നുണ്ടാവും. xn = x1 + n - 1 × d. ഓക്കെ, ഇങ്ങനെയും കാണാം. ഓക്കെ, ഇതിൽ ഓരോ ടേംസ് എന്താണ്? a എന്ന് പറയുന്നത് ഓർ a1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടേം, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഏതൊരു സീരീസിൻ്റെ ഫസ്റ്റത്തെ ടേമും കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. ഇനി ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റത്തെ സീരീസിൻ്റെ a എത്രയാണ്? a = 2, d = 2. അപ്പോൾ an = a + a എന്ന് പറയുന്നത് 2 ആണ്. 2 + n - 1 × d. d എന്ന് പറയുന്നത് എന്തിനാണ്? ഇതിൻ്റെ 2 ആണ്. അപ്പോൾ 2 + 2n - 2 = 2n. നിങ്ങൾക്ക് കണ്ടോ? ഒന്നാമത്തെ സീരീസിൻ്റെ ആൽജിബ്രിക് ഫോം ഇവിടെ കിട്ടി. സെയിം ആണ്. ഇനി രണ്ടാമത്തെ സീരീസിൻ്റെ നമുക്ക് നോക്കാം. a = 1, d = 2 അല്ലേ? a = 1, കോമൺ ഡിഫറൻസ് 3 - 1 = 2. ഇനി ഇതിൻ്റെ an or xn = a
ഫസ്റ്റ് ടൈം പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 2 1 പ്ലസ് 2n മൈനസ് 2 വിച്ച് ഈസ് 1 മൈനസ് 2 എന്ന് പറയുന്നത് 2n 1 മൈനസ് 2 മൈനസ് 1 അപ്പോൾ 2n മൈനസ് 1 കണ്ടോ ഇവിടെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സീരീസ് അല്ലെങ്കിൽ ഏതൊരു അരിത്തമെറ്റിക് സീരീസ് തന്നാലും നിങ്ങൾക്ക് ഈ ഒരു ജനറൽ ഡെഫിനിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ കിട്ടിയ ഇക്വേഷൻ്റെ പ്രത്യേകത നോക്കൂ. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു n മൈനസ് വേറൊരു കോൺസ്റ്റൻറ്റ്, അത് ഡി എന്ന് വിളിക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു n പ്ലസ് ഓർ മൈനസ്, ഇവിടെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരാം, വേറൊരു കോൺസ്റ്റൻറ്റ്, ഈ ഒരു ഫോമിൽ നമുക്ക് ഇത് കിട്ടാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ദ ആൽജിബ്രിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് xn ഈക്വൽ ടു an പ്ലസ് ബി. ഇതിൽ എയും ബി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻറ്റ്സ് ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് xn ഈക്വൽ ടു an പ്ലസ് ബി എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം കിട്ടാന്ന് പറയുന്നത്. ഇതിൽ എ ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടുക ചിലപ്പോൾ 2n പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ B1 2 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ സാധനം വളരെ ക്ലിയർ ആയിട്ട് കിട്ടും നിങ്ങൾക്ക്. ഇത് വളരെ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. മുമ്പത്തെ കുറേ കൺസെപ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ ആൽജിബ്രിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ പോലെ. നിങ്ങൾക്ക് ഒരു 6 സീരീസ് തന്നിട്ടുണ്ട്. അതിൽ ഓരോ സീരീസിൻ്റെയും അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. അത് ആദ്യത്തെ സീരീസ് നമുക്ക് തന്നിട്ടുള്ളത് 1 6 11 16 എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സീരീസ് തന്നിട്ടുള്ളത്. അതിൻ്റെ ആൽജിബ്രിക് ഫോം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ an ഈക്വൽ ടു എ എന്ന് പറയുന്നത് 1 ആണ്. ഫസ്റ്റ് തന്നെ ഇക്വേഷൻ എഴുതാം. an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഇക്വേഷനിലിടാം. ഇതിൽ a എന്ന് പറയുന്നത് 1 ആണ്, d എന്ന് പറയുന്നത് 6 മൈനസ് 1 5. നിങ്ങളിങ്ങനെ എഴുതണം കേട്ടോ, എല്ലാ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് എഴുതണം. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 1 പ്ലസ് 5n മൈനസ് 5 5n 1 മൈനസ് 5 എന്ന് പറയുന്നത് മൈനസ് 4. ഒന്നിനും 5 കുറച്ച് കഴിഞ്ഞാൽ മൈനസ് 4 കിട്ടും. അപ്പോൾ 5n മൈനസ് 4 ആണ് ആദ്യത്തെ സീരീസിൻ്റെ ആൽജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവസാനം ഇങ്ങനെ എടുത്ത് എഴുതണം. an ഈക്വൽ ടു 5n മൈനസ് 4 അല്ലെങ്കിൽ xn ഈക്വൽ ടു 5n മൈനസ് 4 ഈസ് ദ ആൽജിബ്രിക് ഫോം ഓഫ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തെ സീരീസ് നോക്കാം നമുക്ക്. രണ്ടാമത്തെ സീരീസ് 2 7 12 17 ഇങ്ങനെ പോയിക്കുന്ന ഒരു സീരീസ്. ഇതും സിമിലറാണ്. a ഈക്വൽ ടു 2 d എന്ന് പറയുന്നത് 7 മൈനസ് 2 5. ഓക്കെ, നിങ്ങൾക്ക് an കണ്ടുപിടിക്കുന്ന an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d വിച്ച് ഈസ് ഈക്വൽ ടു 5 2 പ്ലസ് 5n മൈനസ് 5 2 മൈനസ് 5 എത്ര കിട്ടുക? 2 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 5 പോയി കഴിഞ്ഞാൽ മൈനസ് 3 കിട്ടും. അപ്പോൾ 5n മൈനസ് 3 an ഈക്വൽ ടു 5n മൈനസ് 3 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൽജിബ്രിക് ഫോം ഓഫ് ഈ സീക്വൻസ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസും അതുപോലെ തന്നെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവസാനത്തെ ഒരു 5 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കും. അതൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ ഇടും. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ മൊത്തം പഠിക്കുന്നത്. പക്ഷേ കൺസെപ്റ്റൊക്കെ നല്ലോണം ക്ലിയറായി പഠിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില എക്സാമുകളിൽ ചില ടിസ്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ചിലപ്പോൾ 5-6 കൊല്ലം കൂടുമ്പോഴൊക്കെ ചോദിക്കുള്ളൂ. പക്ഷേ അത് കുറച്ച് നല്ല കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് വെച്ച് ഈ ചാപ്റ്റർ പഠിപ്പിച്ച് പോയതിനെ. പക്ഷേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണത് വെറുതെ, അതായത് ഇപ്പോൾ ഒരു 80% മാർക്ക് കിട്ടാനല്ല, നിങ്ങൾക്ക് ഒരു 90-90 മുകളിൽ ശതമാനം മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സാധനം അതായത് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ നമ്മൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യും 5 കൊല്ലത്തെ. ഓക്കെ, ഇപ്പം നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് ആണ്. ഇനി ഇതിൻ്റെ 3rd ക്വസ്റ്റ്യൻ സിമിലറാണ്, നോട്ട് ബുക്കിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. 4th ക്വസ്റ്റ്യനും സിമിലറാണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതൊരു ഫ്രാക്ഷനാണ് വരുന്നത്, അതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്നാലും ചെയ്യാം. 1 1 1/2 2 2 1/2 3 ഇങ്ങനെ പോകുന്ന ഒരു സീരീസ്. ഓക്കെ, 2 2 1/2 3 ആയിരിക്കും അടുത്തത്. ഓക്കെ,
അതിൽ എ ഈക്വൽ ടു 1 ആണ്, ഡി ഇസ് ഈക്വൽ ടു 1.5 മൈനസ് 1 എന്ന് പറയുന്നത് ഹാഫാണ്. ഓക്കെ, A1 ഡി 1/2 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഉള്ള എ എൻ എത്രയായിരിക്കും? എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി വിച്ച് ഇസ് ഈക്വൽ ടു 1/2. 1 പ്ലസ് n/2 മൈനസ് 1/2. 1 മൈനസ് 1/2 എന്ന് പറയുന്നത് എത്ര? 1/2 ആയിരിക്കും. അപ്പോൾ n/2 പ്ലസ് 1/2. ഇതിൽ 1/2 പുറത്തെടുക്കുകയാണെങ്കിൽ 1/2 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നതായിരിക്കും ഈ സീരീസിൻ്റെ ആൽജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇതുപോലത്തെ സിമിലർ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ 1/6, 1/3, 1/2 എന്ന് പറയുന്ന സീരീസിൻ്റെയും കണ്ടുപിടിക്കണം. ഞാൻ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യില്ല. ഓക്കെ, ഇനി ഇതിലെ സെക്കൻഡ് പ്രോബ്ലം നമുക്ക് നോക്കാം. ദ ടേംസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസ് ഇൻ 2 സ്പെസിഫൈഡ് പൊസിഷൻസ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ആൽജിബ്രിക് ഫോം ഓഫ് ഈച്ച്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ 2 ടേമുകൾ നമുക്ക് തന്നിട്ട് ആ സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാനാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടേം A1, അതായത് ഞാൻ ഈ ഫസ്റ്റ് ടേമിനെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. A1 ഈസ് ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ 10th ടേം എന്ന് പറയുന്നത് 23 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ജനറൽ ഫോം കണ്ടുപിടിക്കുന്ന എന്തൊക്കെ വേണം? an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എ വേണം, ഡി വേണം. ഈ 2 സാധനങ്ങൾ കിട്ടണം നമുക്ക്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എ തന്നിട്ടുണ്ട്. A1 എന്ന് പറയുന്നത് ആദ്യത്തെ ടേമാണ് എ എന്ന് പറയുന്നത്, അത് തന്നിട്ടുണ്ട്. നമുക്ക് ഡി കണ്ടുപിടിക്കണം. ഡി എങ്ങനെ കണ്ടുപിടിക്കുക? A10 എന്ന് പറയുന്നത് എന്തിട്ടാ? A10 എന്ന് പറയുന്നത് ആദ്യ പദത്തിൻ്റെ കൂടെ 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴല്ലേ നമുക്ക് 10ാമത്തെ പദം കിട്ടുക. അപ്പോൾ എ പ്ലസ് 90 എന്ന് പറയുന്നതാണ് 23. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡി കണ്ടുപിടിക്കാം. എ നമുക്ക് ഓൾറെഡി അറിയാം. 90 എന്ന് പറയുന്നത് 23 മൈനസ് എ വിച്ച് ഈസ് -5. ഡി ഈസ് ഈക്വൽ ടു 23 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 9 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഡിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ ജനറൽ ഫോം അല്ലെങ്കിൽ ഇതിൻ്റെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ എൻ ഈക്വൽ ടു എ വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി വിച്ച് ഈസ് 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 പ്ലസ് 2n മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +3. 2n പ്ലസ് 3, അതായത് an ഈക്വൽ ടു 2n പ്ലസ് 3 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൽജിബ്രിക് ഫോം കിട്ടുക. ഓക്കെ, ഇതിലെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലർ ആണ്. പക്ഷേ നമുക്ക് ഒരു നെഗറ്റീവ് കോമൺ ഡിഫറൻസ് വരുന്ന വേറൊരു പ്രോബ്ലം ഉണ്ട്, മൂന്നാമത്തെ. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയണത് 5ാമത്തെ ടൈം 10ഉം 10ാമത്തെ ടൈം 5ആണ്. 5ാമത്തെ ടൈം 10ആണ്, 10ാമത്തെ ടൈം 5ആണ്. ഇതിൻ്റെ ഈ സീരീസിൻ്റെ ഒരു ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. നമുക്ക് ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. നമുക്കറിയാം എ ഡി അറിയണം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ A1 ആയിരുന്നു, അതായത് എ ആയിരുന്നു തന്നിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് ടൈം തന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. നമ്മൾ ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനാദ്യം തന്നെ ജനറലായിട്ട് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് an എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്ഥലത്ത് ഏതൊരു ടൈമും കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പോൾ A5 കണ്ടുപിടിക്കണമെങ്കിൽ നിനക്ക് ആദ്യ പദം അതങ്ങനെ തന്നെ ഇത് എ പ്ലസ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ 5 മൈനസ് 1 4 ടൈംസ് ഡി ചെയ്താലാണ് നിനക്ക് A5 കിട്ടുക. A5 നമുക്ക് തന്നിട്ടുണ്ട് 10. ഇങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ. അതായത് A5 എന്ന് കിട്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ A+4D എന്ന് എഴുതാം. A10 കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ A+9D. ഇത്ര ഒന്നും ആലോചിക്കാനുള്ള കാര്യമൊന്നുമില്ല. A+9D ഈക്വൽ ടു 5. അതായത് ആദ്യ പദം പ്ലസ് 9 കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോഴാണ് 10ാമത്തെ പദം കിട്ടുക നമുക്കറിയാം. ആദ്യ പദം പ്ലസ് 4 കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോഴാണ് 5ാമത്തെ പദം കിട്ടുക നമുക്കറിയാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോർമുല എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഓക്കെ, അപ്പോൾ A+4D ഈക്വൽ ടു 10 കിട്ടി, A+9D ഈക്വൽ ടു 5 കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇതാണ്, ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഇത് കുറയ്ക്കുക. അപ്പം ഇത് എളുപ്പത്തിന് വേണ്ടി അടി കൊണ്ടുപോയതാണ്. A+4D ഈക്വൽ ടു
10. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുകയാണ്. അപ്പോൾ എ ക്യാൻസലായി ഇപ്പോൾ 0 വരെയുടെ 0 + 9 - 4 എന്ന് പറയുമ്പോൾ 5. D = 5 - 10 എന്ന് പറയുമ്പോൾ -5. Then it implies D = -1. D നിനക്ക് -1 കിട്ടി. D -1 കിട്ടിക്കഴിഞ്ഞാൽ ഈ -1 കൊണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. A + 4 × D -4 = 10 കിട്ടി. A = 14 കിട്ടി. ഇത് മനസ്സിലായില്ലേ? അതായത് D = -1 അവിടെ ഇട്ടിട്ടുള്ളൂ. 4 × 1 -4 ആയി. അതാണ് ഈ -4. ഓക്കെ. എന്നിട്ട് ഈ 4 പ്രതിപോയപ്പോൾ 10 + 4 ആയി 14 ആയി. ഓക്കെ. A 14 കിട്ടി, D -1 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ഫോമിൽ എങ്ങനെ എഴുതാം? A n = A which is equal to 40 + n - 1 into D is equal to -1. 14 plus n into -1 minus n -1 into -1 plus 1. ഇതൊക്കെ അറിയില്ലേ? മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് ചെയ്താൽ പ്ലസ് വരും, മൈനസ് ഇൻറ്റു പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വരും. ഓക്കെ, അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, 14 + 1 15 ആണ്. 50 - n എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ജനറൽ ഫോർമുല വരിക. ഓക്കെ, ഇതിൻ്റെ ആൽജിബ്രിക് ഫോർമുല. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ സിമിലർ തന്നെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നോട്ടിൽ ഉത്തരമുണ്ട്. നിങ്ങൾക്കത് സോൾവ് ചെയ്യുമ്പോൾ സെയിം ഉത്തരം തന്നെ കിട്ടണം നോക്കാം. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിമിലർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ റിപ്പീറ്റഡ്ലി ചെയ്യില്ല. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ള കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസൊക്കെ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ നോട്ടിലുണ്ടാവും. നിങ്ങൾ സെയിം പ്രൊസീജിയർ വെച്ച് തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സെയിം ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതായത് നിങ്ങൾ മാത്സിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എത്ര അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നോ അത്ര അധികം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റഡ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ. നമുക്കിനി ഇതിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പറയണത് പ്രൂവ് ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 1/6 കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അതായത് ഫസ്റ്റ് ടേം 1/3 കോമൺ ഡിഫറൻസ് 1/6 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അതിൽ എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ടെന്ന് തെളിയിക്കണം. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര ഇങ്ങനെ നമ്മൾ എണ്ണാൻ വേണ്ടി പറയുന്ന നമ്പറുകളില്ലേ, 1 2 3, അതായത് ഈ നമ്പറുകളെയാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുക. ഇതിൻ്റെ ഉള്ളിൽ ഫ്രാക്ഷൻ ഉണ്ടാവില്ല, പോയിൻ്റ് ഇട്ടിട്ടുള്ള നമ്പർ ഉണ്ടാവില്ല, അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പർ 0 ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഉള്ളിൽ ഈ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് തെളിയിക്കണം. നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ സീരീസിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ആൽജിബ്രിക് ഫോം എത്ര? an = a + n - 1 into d എന്ന് പറഞ്ഞിട്ട് എഴുതുക. a എത്രയാണ്? 1/3 + n - 1 into d എന്ന് പറയുന്നത് എത്രയാണ്? 1/6. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ 1/3 + n into 1/6, n/6 - 1/3 1/6 സോറി -1/6 1/3 - 1/6 എത്ര വരും മക്കളെ? 6 - 3 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 3 × 6 18 പ്ലസ് n/6. അപ്പോൾ n/6 പ്ലസ് 3 എത്ര പ്രാവശ്യം പോവും? 3 18 6 പ്രാവശ്യം പോവും, 3 ഒരു പ്രാവശ്യം പോകും. അപ്പോൾ 1/6 n/6 + 1/6. അതായത് നമുക്ക് n = n, ഇതിൽ നിന്ന് 1/6 പുറത്തെടുക്കുകയാണെങ്കിൽ 1/6 × n + 1 എന്ന് പറഞ്ഞിട്ട് ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോം നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത് എന്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ഈ നാച്ചുറൽ നമ്പേഴ്സൊക്കെ ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിരിക്കുമോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു നമ്പർ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഭാഗമാണെങ്കിൽ ഈ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഒരു ടേം, ഒരു എക്സ് എന്ന് പറഞ്ഞ ടേം ഈ സീരീസിലുണ്ടെങ്കിൽ എക്സ് വിൽ ബി ഈക്വൽ ടു 1/6 × n + 1. എക്സിൻ്റെ വാല്യൂ ഇവിടെ ഇട്ടെടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രാമത്തെ പൊസിഷനിലാണ് ആ നമ്പർ ഉള്ളതെന്ന് നമുക്ക് കിട്ടും. ആ n എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ, അതായത് ആ n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ. ഇതുപോലെ തന്നെ 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിറ്റ് വാല്യൂ അതിനുണ്ടാവും. അതായത് 1/4 എന്ന് പറഞ്ഞിട്ടൊന്നും n കിട്ടാൻ പാടില്ല.
എന്നിൻ്റെ വാല്യൂ എപ്പോഴും ഒന്നില്ലെങ്കിൽ ഇപ്പോൾ 7 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 110 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹോൾ നമ്പർ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് എന്തിനാണ് പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ഉള്ളിൽ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാതും ഈ ഒരു സീരീസിൽ, ഈ തന്നിക്കുന്ന സീരീസിലുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സീരീസ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഈവൺ നമ്പറിൻ്റെ ഒരു സീരീസ് വിചാരിക്കുക, 2, 4, 6, 8, 10, 12, 14 ഇങ്ങനെ പോണ ഒരു സീരീസ്. ഓക്കെ, ഇനി ഈ ഒരു സീരീസ് തന്നിട്ട് നമ്മൾ അടുത്ത് ചോദിക്കുകയാണ് 2, 6, 10, 14 ഈ ഒരു സീരീസ്, ഈ ഒരു സീരീസിലെ എല്ലാ നമ്പേഴ്സും ഈ ഒരു സീരീസിലും ഉണ്ടാവുമെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങളിതിൽ നോക്കുമ്പോൾ 2 എന്ന് പറയുന്നത് ഇതിലുണ്ട്, 6 എന്ന് പറയുന്നത് ഇതിലുണ്ട്, 10 എന്ന് പറയുന്നത് ഇതിലുണ്ട്. അപ്പോൾ ആൻഡ് ഈ 3 ടേം ഇതിലുണ്ടെന്ന് മാത്രമല്ല, ഈ 3 ടേമിൻ്റെ ഇടയത്തെ ഗ്യാപ്പ് സെയിം ആണ്. 2 കഴിഞ്ഞ് ഒരു ടേം കഴിഞ്ഞ് 6 വരും, 6 കഴിഞ്ഞ് ഒരു ടേം കഴിഞ്ഞാൽ 10 വരും. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റത്തെ സീരീസിൽ ഇതിലടുത്ത വരുന്ന ടേംസ് 14 അല്ല 14 4 18 ഇതിൽ കോമൺ ഡിഫറൻസ് 4 22. ഇതിൽ എല്ലാ ടേംസും ഇതിലുള്ള മോളിത്തെ സീരീസിലും ഉണ്ടായിരിക്കും. അതായത് ഒരു സീരീസ് അതിൻ്റെ ഉള്ളിലത്തെ ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിലുള്ള ടേംസ് വെച്ച് എഴുതുന്ന വേറൊരു സീരീസ്. ഓക്കെ, അപ്പോൾ ഈ സീരീസിലെ എല്ലാ നമ്പറും ഈ സീരീസിലുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സീരീസ് ഏതാണ്? 1/3 ആണ്. 1/3 ആദ്യത്തെ നമ്പർ, അതിൽ കോമൺ ഡിഫറൻസ് 1/6 വെച്ച് കൂട്ടിപ്പോകുമ്പോൾ എത്ര കിട്ടുക? 1/3 + 1/6 9/18. അതായത് അങ്ങനെ രണ്ടാമത്തെ ടൈം 9/80 വരും. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ 1 വരാമെന്ന് നമുക്കറിയണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ 2 വരാമെന്ന് നമുക്കറിയണം. കുറച്ച് കഴിയുമ്പോൾ 3 വരാമെന്ന് നമുക്കറിയണം. ആൻഡ് ഈ 1-ൻ്റെയും 2-ൻ്റെ ഇടയിലെ ഗ്യാപ്പും 2-ൻ്റെ 3-ൻ്റെ ഇടയിലും ഗ്യാപ്പ് ഈക്വൽ ആണെങ്കിൽ 1, 2, 3 എക്സിട്ര എന്ന് പറഞ്ഞാൽ ഫുൾ സീരീസിലെ ഫുൾ നമ്പറും ഈ സീരീസിൽ ഉണ്ടാവും. ഓക്കെ, നമുക്കിപ്പോൾ എന്താ തെളിയിക്കേണ്ടത്? ആദ്യം തന്നെ 1ഉം 2ഉം 3ഉം ഇതിലത്തെ ടേംസ് ആണോ എന്ന് തെളിയിക്കണം. അതെങ്ങനെ ചെയ്യുക? 1 ഇതിലത്തെ ടേമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു തന്നു, ഒരു നമ്പർ ഒരു സീക്വൻസിലത്തെ ആണോ എന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കുക. അതിനെ ഇക്വേറ്റ് ചെയ്യുക. അതായത് 1 = 1/6 × n+1 ചെയ്ത് കഴിഞ്ഞാൽ എന്നിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണം. 1എന്നോ 2എന്നോ 8എന്നോ 10എന്നോ അങ്ങനെ പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടണം. ഒരിക്കലും 1/2 3/4 അങ്ങനെ പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ ഒന്നും കിട്ടരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഇട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടും? n+1 = 6 എന്ന് കിട്ടും, n = 5 എന്ന് കിട്ടും. അതായത് ഈ സീരീസിലെ 5ാമത്തെ ടൈം, A13ഉം D16ഉം ആയിട്ടുള്ള സീരീസിലെ 5ാമത്തെ ടൈം ആണ് ഇതിൽ 1 നമുക്ക് കിട്ടി. ഇനി 2 നമുക്ക് നോക്കാം. 2 = 1/6 × n+1. ദാറ്റ് മീൻസ് 12. n+1 = 12 എന്ന് കിട്ടി. n = 11 എന്ന് കിട്ടി. 11ാമത്തെ ടൈം 2 എന്ന് കിട്ടി. ഇനി 3 നോക്കാം. 1/6 × n+1 = n+1 = 18. n = 17. ഓക്കെ, 5, 11, 17. 5ഉം 11ഉം 11 - 5 എത്രയാണ്? 6, 7, 8, 9, 10, 11, 6. ഇതിൻ്റെ ഇടയിൽ 6 നമ്പേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. 11ഉം 6ഉം 17. അതായത് ഫസ്റ്റത്തെ സീരീസിൽ, അതായത് നമ്മൾ ഈ എഴുതിയ 1/3 ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ എഴുതിയ സീരീസില്ലേ, D1/6 ആയിട്ട് എഴുതിയ, അതായത് 1/3 + 1/6 അടുത്ത ടൈമായിട്ട് എഴുതിയ സീരീസിലെ 5ാമത്തെ നമ്പറായിട്ട് ഇതിൽ 1 വരും. 5ാമത്തെ നമ്പർ 1 വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 11ാമത്തെ നമ്പറായിട്ട് ഇതിൽ 2 വരും. 17ാമത്തെ നമ്പറായിട്ട് 3 വരും. അങ്ങനെയാണെങ്കിൽ ഈ 1, 2, 3, 4 എന്ന് പറഞ്ഞ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് ഈ സീരീസിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഒരു 3 നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നമ്പറും ഈ സീരീസിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, ഏതെങ്കിലും വിധേന നിങ്ങൾ ഈ അരിത്തമെറ്റിക്
ആൽജിബ്രിക് ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള നമ്പർ, ഇപ്പോൾ ഇതിൽ നാച്ചുറൽ നമ്പറാണ് പറഞ്ഞിട്ടുള്ളത്, തന്നിട്ടുള്ള ഫസ്റ്റത്തെ 3 നമ്പർ ഇതിൽ കൊണ്ടുപോയി ഇട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്നിൻ്റെ വാല്യൂ 3 എണ്ണം കറക്റ്റായിട്ട് കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ 3 എന്നിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നോക്കുക. ഈ സർട്ടൻ ഇൻ്റർവെല്ലിൽ ഇപ്പോൾ അതായത് 6 ടേം കഴിഞ്ഞിട്ട് ഇത് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. അതായത് 6 ടേം കഴിയുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിക്കുന്ന വാല്യൂസ് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഈ നാച്ചുറൽ നമ്പർ മൊത്തം, അല്ലെങ്കിൽ നമുക്ക് തന്നിക്കുന്ന നമ്പേഴ്സ് മൊത്തം ഈ സീരീസിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എഴുതാം. നിങ്ങൾക്കിത് വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു പകപ്പുണ്ടാവും. ഇറ്റ് വിൽ ബി ഓക്കെ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ സീരീസിൻ്റെ ഈ പ്രോപ്പർട്ടി ഓർത്ത് വയ്ക്കുക. അതായത് 2, 4, 6, 8, 10, 12, 14, 16 എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ സർട്ടൻ ഇൻ്റർവെല്ലിലത്തെ, ഇപ്പോൾ ഒരു ടേമിൻ്റെ ഗ്യാപ്പിലുള്ള അല്ലെങ്കിൽ വേണ്ട 2 ടേമിൻ്റെ ഗ്യാപ്പിലുള്ള നമ്പേഴ്സ് എടുക്കുകയാണ്. ആ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ സാധനം ഈ 3 നമ്പറും 2, 8, 14 എന്ന് പറയുന്നതും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലായിരിക്കും. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ സർട്ടൻ ഇൻ്റർവെല്ലിലുള്ള ടേംസ് എടുത്ത് മാറ്റി എഴുതി കഴിഞ്ഞാൽ അതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. ഓക്കെ, ഇനി മക്കളെ 4ാമത്തെ ചോദ്യം. പ്രൂവ് ദ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടൈം 1/3. 4ാമത്തെ ചോദ്യമാണ്. 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3. കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൺ നമ്പേഴ്സ്. അതായത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഏതെങ്കിലും 2 ടേം തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ടേമും ഒരു കോമൺ ഡിഫറൻസ് തന്ന 2 ടേം തന്നാലും നിങ്ങൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആൽജിബ്രിക് ഫോം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തരും, അല്ലെങ്കിൽ 2 നമ്പറായിട്ട് തരും. അപ്പോൾ അങ്ങനെ തന്നിട്ട് ഏതെങ്കിലും നമ്പർ അതിൽ ഈ സീരീസിൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ഇതിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതുക. n = a 1/3 പ്ലസ് n-1 × 2/3 1/3 പ്ലസ് 2/3 n-2/3 1 - 2/3 എത്രയാണ്? 1 - 2 എന്ന് പറഞ്ഞാൽ -1 വരും. -1 / 3 പ്ലസ് 2/3 n. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ 1/3 നിങ്ങൾ പുറത്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 2n - 1 1/3 × 2n - 1 ആണ് എൻ്റെ ആൽജിബ്രിക് ഫോം ഓഫ് ദ സീക്വൻസ്. ഓക്കെ, ഇതിൻ്റെ ആൽജിബ്രിക് ഫോം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? അതായത് ഇതിൻ്റെ ഉള്ളിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൺ നമ്പേഴ്സ്. ഡസ് ഇറ്റ് കണ്ടെയ്ൻ ഓൾ ഓഡ് നമ്പേഴ്സ് ബട്ട് നോ ഈവൺ നമ്പർ? നമുക്ക് ആദ്യം ഇതിലുള്ള ഓഡ് നമ്പറുകളൊക്കെ ഇതിലുണ്ടെന്ന് തെളിയിക്കണം. അപ്പോൾ അതായത് 1, 3, 5, 7 എക്സെട്ര ഇതൊക്കെ ഇതിലത്തെ ടേംസ് ആണ് തെളിയിക്കണം. അപ്പോൾ ഒന്നുമില്ല, ഫസ്റ്റ് തന്നെ ഇത് ഈക്വേറ്റ് ചെയ്യുക. ഓഡ് നമ്പർ ഇതിലത്തെ ഓഡ് നമ്പർ ഇതിലുണ്ടെന്ന് തെളിയിക്കണം ആദ്യം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇക്വേറ്റ് ചെയ്യുന്നു. 1 = 1/3 × 2n - 1. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 2n - 1 = 3, 2n = 4, 2n = 4, n = 2. ഓക്കെ, അപ്പോൾ ഇതിലത്തെ സെക്കൻഡ് ടൈം നിങ്ങൾക്ക് 1 ഉണ്ടെന്ന് കിട്ടി. ഇനി 3 ഇതിൽ എത്രാമത്തെ ടൈം വരാൻ നോക്കാം. 1/3 × 2n - 1 9. 2n - 1 = 9, 2n = 10, n = 5. ഓക്കെ, ഇനി 5 1/3 × 2n - 1 2n - 1 = 15 3 × 5 15,
2n ഈക്വൽ ടു 16, n ഈസ് ഈക്വൽ ടു 8. അപ്പോൾ അതായത് രണ്ടാമത്തെ ടേം ഒന്നാണെന്നും അഞ്ചാമത്തെ ടേം 3 ആണെന്നും എട്ടാമത്തെ ടേം 5 ആണെന്നും കിട്ടി. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസ് A1/3 D2/3 ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഉള്ളിൽ ഈക്വൽ ഗ്യാപ്പിൽ കണ്ടോ, അതായത് ഇതാണ് അതിൻ്റെ പ്രത്യേകത. 2ൻ്റെയും 5ൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 2, 3, 4, 5 3 ടേംസ്, ഇവിടെ 3 ടേംസ്. ഓക്കെ, 3 ടേംസിൻ്റെ ശേഷം റിപ്പീറ്റഡ്ലി കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ 3 ഓഡ് നമ്പർ ഉണ്ടെങ്കിൽ ഇതിൽ ഓൾ ഓഡ് നമ്പേഴ്സ് ആർ പാർട്ട് ഓഫ് ദ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താ, നോ ഈവൺ നമ്പർ ഈസ് ദ പാർട്ട് ഓഫ് ദ സീക്വൻസ്. അതായത് an ഈക്വൽ ടു 2n - 1/3 എന്ന് പറയുന്ന സീരീസിൻ്റെ ഉള്ളിൽ ഒറ്റ ഈവൺ നമ്പർ ഇല്ലാന്ന് തെളിയിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇത് വേറൊരു രീതിയിൽ നമുക്ക് കൂടി ചെയ്യാം. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഈവൺ നമ്പർ എഴുതി കഴിഞ്ഞിട്ട് ഇതിലെ ഓരോ സാധനത്തിന് എന്നിന് കറക്റ്റായിട്ട് വാല്യൂ കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ എന്നിന് കറക്റ്റായിട്ട് വാല്യൂ കിട്ടില്ല, എന്നിന് ഫ്രാക്ഷനെ കിട്ടുള്ളൂ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ 2 ഇട്ട് കൊടുത്തു. 2 is equal to 2n - 1/3. 2n - 1 is equal to 6. 2n is equal to 7. n is equal to 7/2. കണ്ടോ, അതായത് 7 ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ടേം ഇതിലില്ലാന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി. പക്ഷേ 2 എന്ന് പറയുന്ന ടേം മാത്രം ഇല്ലാന്ന് തെളിയിച്ചാൽ പോരല്ലോ. നോ ഈവൺ നമ്പർ, ഒറ്റ ഈവൺ നമ്പറും ഈ ഒരു സീരീസിൽ ഇല്ലാന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ പോരാ. അതിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോർമുല നോക്കുക. ഈ 2n - 1 എന്ന് പറഞ്ഞാൽ എന്താ, ഈ 2n - 1ൻ്റെ ഉള്ളിൽ എന്നിൻ്റെ വാല്യൂ 1, 2, 3, 4, 5, 6 ഏത് ഇട്ട് കൊടുത്താലും ഇതിൻ്റെ വാല്യൂ ഒരു ഈവൺ നമ്പർ വരുമോ? വരില്ല. കാരണം 1 ഇട്ട് കൊടുത്തു, 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും. 2 ഇട്ട് കൊടുത്തു, 4 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. അതായത് ഇതൊരു ഓഡ് നമ്പറിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ്, ഓഡ് നമ്പർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോമാണ്. അതായത് ഇതിൽ ഈ എന്നിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഒരിക്കലും മുകളിൽ ഈവൺ നമ്പർ വരില്ല. അതായത് ഈ ഒരു ഫ്രാക്ഷൻ്റെ മുകളിൽ എപ്പോഴും ഓഡ് നമ്പറേ വരുള്ളൂ. ഇനി അടിയിൽ എടുക്കുന്ന 3 എന്ന് പറയുന്നതും ഒരു ഓഡ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഒരു ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഓഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പർ മാത്രമേ വരുള്ളൂ. മനസ്സിലായോ? അതായത് ഈ സീരീസിൻ്റെ ആൽജിബ്രിക് ഫോം എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ മാത്രമേ വരുള്ളൂ. കാരണം അതിനുള്ള കാരണം എന്താ, ഇതിൻ്റെ ഫ്രാക്ഷൻ്റെ മുകളിൽ കിടക്കുന്ന 2n - 1ഉം അടിയിൽ കിടക്കുന്ന ഡിനോമിനേറ്റർ ആയിട്ടുള്ള 3ഉം രണ്ടും ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പർ ഡിവൈഡഡ് ബൈ ഓഡ് നമ്പർ മാത്രമേ വരുള്ളൂ. ബിക്കോസ് ഓഫ് ദിസ് നോ ഈവൺ നമ്പർ ഈസ് പാർട്ട് ഓഫ് ദ സീക്വൻസ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മുടെ അടുത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് പ്രൂവ് ദാറ്റ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് 4, 7, 10 സ്ക്വയർസ് ഓഫ് ഓൾ ദ ടേംസ് ആർ ആൾസോ ടേംസ് ഓഫ് സീക്വൻസ്. നമുക്ക് സീക്വൻസ് വന്നിട്ട് 4, 7, 10 എക്സെട്ര. അതായത് ഇത് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സ്ക്വയേഴ്സ് ആയിട്ട് വരുന്നത് 4 സ്ക്വയർ, 7 സ്ക്വയർ, 10 സ്ക്വയർ, ഇതെല്ലാം ഈ ടൈമിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നു, ഈ സീക്വൻസിൻ്റെ ഉള്ളിലും ഉണ്ടാവുന്നു നമ്മൾ തെളിയിക്കണം. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒന്നും നോക്കണ്ട. അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രിക് ഫോം ചെയ്താൽ A = 4, D = 7 - 4 = 3, n = A plus n - 1 into D 4 plus 3n - 3. 4 - 3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 3n + 1 ആണ് ഇതിൻ്റെ ആൽജിബ്രിക് ഫോം. ഓക്കെ, ഇനി നമുക്ക് തെളിയിക്കേണ്ട എന്താ, ഈ സീരീസിൻ്റെ ആൽജിബ്രിക് ഫോമാണ് ഈ കിട്ടിയത്. ഓക്കെ, ഇതിൻ്റെ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ സീരീസിൽ തന്നെ ഉണ്ടാവും തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സർട്ടൻ പൊസിഷനിലെ ഒരു നമ്പറിൻ്റെ ആൽജിബ്രിക് ഫോമാണ് ഇത്. an ആണ് ഇത്. an = 3n + 1. അപ്പോൾ നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്ത് നോക്കുന്നു. an സ്ക്വയർ 3n + 1 സ്ക്വയർ. a + b ഹോൾ സ്ക്വയർ എന്താ, a + b ഹോൾ സ്ക്വയർ എത്രയാണെന്ന് ഓർമ്മയില്ല. a + b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a² + 2ab
പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കണേ, പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് എത്ര വരും? 3n സ്ക്വയർ. 3ന് സ്ക്വയർ കൊടുക്കണം, n സ്ക്വയർ കൊടുക്കണം. 3 സ്ക്വയർ 9, n സ്ക്വയർ n സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 3n ഇൻറ്റു 1 2ab പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ 1. ഓക്കെ, അത് കിട്ടും. നമുക്ക് എത്ര കിട്ടുക? 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 കിട്ടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യണ്ടേ? 3 പുറത്തെടുത്തു. 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ല. ഈ ആൽജിബ്രിക് ഫോമിൻ്റെ, അതായത് ഒരു സർട്ടൻ പൊസിഷനിലുള്ള ടൈമിൻ്റെ ജനറലായിട്ട് പറയണ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇത്. അപ്പോൾ നമ്മൾ അതിനെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു സാധനം കിട്ടി. an സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഇങ്ങനൊരു സാധനം കിട്ടി. ഇതിലെ നമുക്കറിയാം, ഇതിലെ n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസിഷനാണ്. അതായത് പൊസിഷൻ ഓഫ് ദ ടേം. n എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 3 ആവാം, അങ്ങനെ എക്സെട്ര എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ ഈ ടേം ഇതിലിട്ട് കൊടുത്ത് എന്താ സംഭവിക്കുക? ഇത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ അല്ല ആവുക. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് an സ്ക്വയർ ഇസ് ഈക്വൽ ടു 3k പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതും നോക്കി, ഈ an-ൻ്റെ ഇക്വേഷനും an സ്ക്വയറിൻ്റെ ഇക്വേഷനും രണ്ടും ഒരേപോലെ വന്നിരിക്കണം. അതായത് നിങ്ങൾ ഒരു സീരീസ് തന്നിട്ട് അതിൻ്റെ സ്ക്വയേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാതും ഈ സീരീസിൽ തന്നെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ അതായത് അതിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതുക, എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ ഫോമിൽ തന്നെ, അതായത് ഇപ്പോൾ ഇത് 3n+1 ആണെങ്കിൽ അത് 3k+1 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്വയേഴ്സ് എല്ലാതും ആ സീരീസിലുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 3k+1 എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് ഓൾ ദ സ്ക്വയേഴ്സ് വിൽ ബി ഓൺ ദ സീരീസ്. ഓക്കെ, ഇത് നോട്ട് നോക്കാം, നോട്ടിൽ നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5, 8, 11 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഈ സീരീസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ലാന്ന് തെളിയിക്കണം. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എല്ലാം കിട്ടിയാലും, നമ്മൾ ഇങ്ങനത്തെയുള്ള ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് തന്നെ അതിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതുക. n ഈസ് ഈക്വൽ ടു a പ്ലസ് a എന്ന് പറയുന്നത് 5 പ്ലസ് n-1 ഇൻറ്റു d വിച്ച് ഈസ് ഈക്വൽ ടു 3 ഹിയർ 5 പ്ലസ് 3n-3 വിച്ച് ഈസ് ഈക്വൽ ടു 3n പ്ലസ് 2. ഓക്കെ, n ഈക്വൽ ടു 3n+2 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ജനറൽ ഫോം വരുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ സ്ക്വയേഴ്സ് ഈ സീരീസിലുണ്ടോയെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതായത് an സ്ക്വയർ നമ്മൾ ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 3n+2 സ്ക്വയർ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ. 3n സ്ക്വയർ ആണ് വരിക. അപ്പോൾ 3n ഹോൾ സ്ക്വയർ വരും കേട്ടോ. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 2 പ്ലസ് 2 square which is equal to 4. That means 3 square 9 into n square plus 6n അല്ല, 2 into 3 6, 6 into 2 12, 12n plus 4. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ 3 പുറത്തെടുത്തു. 3 into 3n square plus 4n പ്ലസ് 4. ഇതിൽ n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. n എന്ന് പറയുന്ന പൊസിഷനല്ല. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതൊരു n സ്ക്വയർ പ്ലസ് 4n 3n സ്ക്വയർ പ്ലസ് 4n എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ഒരു വാല്യൂ ആയിരിക്കും. ഒരു 40 50 42 32 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ മാറ്റി k എന്ന് എഴുതാം. 3k പ്ലസ് 4.
അതായിരിക്കും എ എൻ സ്ക്വയറിൻ്റെ ജനറൽ ഫോർമുല. അപ്പോൾ എ എൻ സ്ക്വയറിൻ്റെ ജനറൽ ഫോർമുലയും എ എൻ്റെ ജനറൽ ഫോർമുലയും നോക്കിയേ, ഇവിടെ രണ്ടും വ്യത്യാസമല്ലേ. അപ്പോൾ സിൻസ് ജനറൽ ഫോർമുല ഫോർ എ എൻ സ്ക്വയർ ആൻഡ് എ എൻ ആർ ഡിഫറെൻറ്റ്, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ all perfect squares. ഓക്കെ, ഇത്തരത്തിലാണ് ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. എനിക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഇടാവുന്നതാണ്, ഞാൻ ആൻസർ ചെയ്യാൻ നോക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച 1-2 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു സീരീസ് തരാണ് 2, 4, 6, 8 ഇങ്ങനെ ഒരു സീരീസ് തന്നു. എന്നിട്ട് ഇതിൻ്റെ 10 ടേമുകളുടെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് SN ഈസ് ഈക്വൽ ടു, 2 ഫോർമുലാസ് ഉപയോഗിക്കാം. SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞൊരു ഫോർമുല ഉപയോഗിക്കാം. SN ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് എൽ എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാം. നമുക്ക് ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരു ടേമിൻ്റെ ഫസ്റ്റ് ടൈം അറിയാം, എത്ര നമ്പർ ഓഫ് ടൈമിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് ഫസ്റ്റത്തെ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കേസിൽ നോക്ക്, നിങ്ങൾക്ക് 2, 4, 6, 8 എന്ന് പറഞ്ഞ ഒരു സീരീസിൻ്റെ 10 പദങ്ങളുടെ സം കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കുക, ഇതാണോ ഉപയോഗിക്കുക. ഇതിൽ രണ്ടാമത്തെ സം എന്ന് പറയുന്നത് N അറിയണം, A അറിയണം, L അറിയണം. N-ഉം A എന്താണെന്ന് നമുക്ക് കണ്ടു. L എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം. ഇതിൽ നമുക്ക് ലാസ്റ്റ് ടൈം അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 10 പദങ്ങളുടെ സം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? 10/2 ഇൻറ്റു 2 ടൈംസ് A പ്ലസ് n-n ഇസ് ഈക്വൽ ടു 10 ആണ്. 10-1 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് 2 ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് 10 പദങ്ങളുടെ കിട്ടും. ഇനി നമുക്ക് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും, ഒരു സീരീസിൻ്റെ ആദ്യ പദം 10ഉം ഫൈനൽ പദം എന്ന് പറയുന്നത്, ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 20 ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള 10 പദങ്ങളുടെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞെന്നറിയാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഇതാണ്, ഈ ഒരു സമ്മിൻ്റെ ഇക്വേഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇതും n എന്ന് പറഞ്ഞാൽ 10 നമുക്ക് തന്നിട്ട് 10/2 ഇൻറ്റു 10 + 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. 2 സമ്മിൻ്റെ ഫോർമുല ഓർമ്മ ഉണ്ടാവണം. SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഒരു ഫോർമുലയും, SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് എൽ എന്ന് പറഞ്ഞ ഒരു ഫോർമുലയും. ഈ 2 ഫോർമുലാസ് നിങ്ങൾക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കണം. നിങ്ങൾക്ക് പല പ്രോബ്ലം ചെയ്യുമ്പോഴും ആവശ്യം വരും, സമ്മിൻ്റെ കേസിൽ, സമ്മിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഇനി അടുത്ത പാർട്ട് സമ്മിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. കാൽക്കുലേറ്റ് സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ. അതായത് ഇനി പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒക്കെ സം കണ്ടുപിടിക്കണം നിങ്ങൾ. അതിലൊന്നാമത്തെ വരുന്നത് 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് എക്സെട്ര പ്ലസ് 70. ഇതിൻ്റെ സം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഇതിനുള്ള എത്ര ടേംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഫസ്റ്റ് പദം നിങ്ങൾക്ക് അറിയാം, A ഈക്വൽ ടു 51 അറിയാം, കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 1 എന്നറിയാം. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇതിൽ 51 തൊട്ട് 70 വരെയുള്ള ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കണം. ഇതിൽ നമുക്ക് സമ്മിൻ്റെ ഫോർമുലയുടെ ഉള്ളിൽ ഏതൊക്കെ സാധനങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ ആദ്യം തന്നെ സമ്മിൻ്റെ 2 ഫോർമുലാസ് ചെയ്ത് വെക്കുമോ, n/2 ഇൻറ്റു a പ്ലസ് എൽ, അല്ലെങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഈ 2 ഫോർമുലാസ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതൊക്കെ അറിയാം, ഏതൊക്കെ ഫസ്റ്റത്തെ ഫോർമുല നോക്കാം. A അറിയാം, L അറിയാം, പക്ഷേ N എന്ന് പറയുന്ന സാധനം നമുക്ക് അറിയില്ല. അപ്പോൾ N കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ N എങ്ങനെ കണ്ടുപിടിക്കുക? 70 എന്ന് പറഞ്ഞ ടേം എന്തായിരിക്കും? ആദ്യ പദത്തിൻ്റെ ഒപ്പം n-1 ഡി കൂട്ടിയതാണെന്ന് നമുക്കറിയാം. ഓക്കെ, ആദ്യ പദം ഇതിൽ എത്രയാണ്? നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം അറിയാം, n ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു ഡി. അതാണ് ഞാനിവിടെ എഴുതിയത്. ഓക്കെ, an എന്ന് പറയുന്നത് 70 ആണ്, a എന്ന് പറയുന്നത് 51 ആണ്. അപ്പോൾ n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് n കണ്ടുപിടിക്കാം.
ഓക്കെ, അത്രേ ഉള്ളൂ, അതാണ് ഞാൻ എഴുതിക്കണത്. ഓക്കെ, എ എന്ന് പറയുന്നത് 51 പ്ലസ് ഡി എന്ന് പറയുന്നത് 1, n-1 ഇൻറ്റു 1, 51 പ്ലസ് n-1. ഈ -1 അപ്പുറത്തേക്ക് പോകും, +1 ആവും. ദാറ്റ് മീൻസ് 71 ഈക്വൽ ടു 51 പ്ലസ് n എന്ന് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് n എങ്ങനെ കണ്ടുപിടിക്കുക? n മാത്രം അപ്പുറത്ത് എത്താം, ബാക്കിയെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 71 - 51. ഓക്കെ, n ഇപ്പുറത്തേക്ക് കൊണ്ടൊന്നും അങ്ങനെ ആലോചിക്കേണ്ട നിങ്ങൾ. അതായത് ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി എഴുതാം. ഇതിനെ മൊത്തം നേരെ തിരിച്ചെഴുതി. 71 ഈക്വൽ ടു ഇങ്ങനെ എഴുതണമെങ്കിൽ നേരെ തിരിച്ചെഴുതി കൂടെ, 51 പ്ലസ് n ഈക്വൽ ടു 71. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഈ 51 അപ്പുറത്തേക്ക് കൊണ്ടുപോയി, n ഈക്വൽ ടു 51 - 71 - 51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കിട്ടി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ 20ാമത്തെ പദമാണ് 70 കിട്ടി. പിന്നെ സിമ്പിൾ അല്ലേ, s ഈക്വൽ ടു n/2, 20/2 ഇൻറ്റു a പ്ലസ് എൽ. എ എന്ന് പറയുന്നത് 51, എൽ എന്ന് പറയുന്നത് 70. 10 ഇൻറ്റു 51 പ്ലസ് 70 എത്രയാണ്? 51 പ്ലസ് 70, 50 പ്ലസ് 70, 7, 8, 9, 10, 121. 10 ഇൻറ്റു 1210 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനൊരു സീരീസ് തന്നു, എന്നിട്ട് ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ എ അറിയാം, ഡി അറിയാം, പക്ഷേ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ n/2 ഇൻറ്റു a പ്ലസ് എൽ എന്ന് പറഞ്ഞൊരു ഫോർമുല, n/2 ഇൻറ്റു 2a പ്ലസ് n - 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഫോർമുല. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ടൈം അറിയാം. ലാസ്റ്റ് ടൈം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റത്തെ ഫോർമുല ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഇത് ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റാണ്ടൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി കാൽക്കുലേഷൻ എളുപ്പമായിരുന്നു. നമ്മൾ ഫസ്റ്റത്തെ ഫോർമുല എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ പക്ഷേ നമുക്ക് n അറിയില്ല. n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ഫോർമുല എടുത്തു, n ഈക്വൽ ടു a പ്ലസ് n - 1 ഇൻറ്റു ഡി ആണ്. അത് വെച്ചിട്ട് നമ്മൾ n കണ്ടുപിടിച്ചു. എത്രാമത്തെ ടൈമാണ് ഈ 70 എന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ n കൊണ്ട് ഇവിടെ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സമ്മ് കിട്ടി. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാം. കാരണം ഇത് കുറച്ച് ഒരു ഫ്രാക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യനാണ്, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ 1.5 പ്ലസ് 2.5 പ്ലസ് 3.5 പ്ലസ് എക്സെട്ര പ്ലസ് 12.5. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. നമുക്ക് എ അറിയാം, 1.5, ഡി അറിയാം, 2.5 1.5 കുറച്ച് എത്ര കിട്ടും? 1. നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? n/2 ഇൻറ്റു a പ്ലസ് എൽ. ഇതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ടൈം അറിയാം, ഫസ്റ്റ് ടൈം അറിയാം, n അറിയില്ല. n എങ്ങനെ കണ്ടുപിടിക്കും? n ഈക്വൽ ടു a പ്ലസ് n - 1 ഇൻറ്റു ഡി. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലാസ്റ്റത്തെ പദം എത്രാമത്തെയാണ്? ലാസ്റ്റത്തെ പദത്തിൻ്റെ n ആണ് കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റത്തെ പദത്തിൻ്റെ n ആയിരിക്കും ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 12.5 ഈക്വൽസ് 1.5 പ്ലസ് n - 1 ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ പ്രതി കൊണ്ടുപോയി. അപ്പോൾ എന്ത് കിട്ടി? 12.5 - 1.5 നിങ്ങൾക്ക് എത്ര കിട്ടും? 12 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 11.5 കിട്ടും. അതിൽ നിന്ന് ആരെയും കൂടി കുറച്ച് കഴിഞ്ഞാൽ 11 കിട്ടും. ഓക്കെ, ഈക്വൽ ടു n - 1 ഇൻറ്റു 1 ആണ്. ഓക്കെ, ഈ n - 1 ഈക്വൽ ടു 11. ദാറ്റ് മീൻസ് n ഈസ് ഈക്വൽ ടു 12. n ഈസ് ഈക്വൽ ടു 12 കിട്ടി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ എസിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് ഫോർമുല ഇട്ട് കൊടുത്തു. S12 ഈസ് ഈക്വൽ ടു 12/2 പ്ലസ് ഇൻറ്റു എ 1.5 പ്ലസ് എൽ 12.5. 12 1 13. 13 അരിയും 13.5, 13 അരിയും 14. 12/2 ഇൻറ്റു 14 ആണ് എൻ്റെ ഉത്തരം. 12 7 ടൈംസ് പോവും. 12 ഇൻറ്റു 7 എത്രയാണ്? അതിൽ ബാക്കി 1 ഒരു 84 ആയിരിക്കണം. 84 എൻ്റെ ഉത്തരം. ഓക്കെ,
ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലറാണ്. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഇതിൻ്റെ നോട്ട്ബുക്കിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട്. ഇതേ പ്രൊസീജിയർ, സെയിം പ്രൊസീജിയറുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. അത് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്ത് നോക്കുക. അത് റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ആദ്യത്തെ 25 ടേമിൻ്റെ സം കണ്ടുപിടിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇതിൽ ഒന്നാമത്തെ സാധനം വന്നിരിക്കുന്നത് 11, 22, 33 എക്സിട്ര ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ 25 ടേം, അതായത് n = 25 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 25 ടേമുകളുടെ സം കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, രണ്ട് ഫോർമുല ഉണ്ട് സമ്മിന്. n/2 ഇൻറ്റു a പ്ലസ് എൽ ഉണ്ട്, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറഞ്ഞ ഫോർമുല ഉണ്ട്. ഇതിൽ ഏതൊക്കെ തന്നിട്ടുണ്ട്? a = 11 തന്നിട്ടുണ്ട്, n = 25 തന്നിട്ടുണ്ട്, d = 22 - 11 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11 കിട്ടും. ഓക്കെ, ഇത് മൂന്നാണ് തന്നിരിക്കണം. അപ്പോൾ ഇതിൽ ഏത് ഫോർമുലയാണ്? ഇതിൽ ഫസ്റ്റത്തെ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈം അറിയണം. ഇതറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് ഇവിടെ എളുപ്പം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമ്മിൻ്റെ ഇക്വേഷനിൽ S25 നമുക്ക് കണ്ടുപിടിക്കണം. S25 = 25 / 2 ഇൻറ്റു 2 ടൈംസ് a എന്ന് പറയുന്നത് 11 പ്ലസ് n-1 ഇൻറ്റു n എന്ന് പറയുന്നത് n-1 എന്ന് പറയുന്നത് 25 - 1 ഇൻറ്റു d വിച്ച് ഈസ് ഈക്വൽ ടു 11. ഇതായിരിക്കും ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഇതെന്ന് പറയുന്നത് 25/2 ഇൻറ്റു 22 പ്ലസ് 24 ഇൻറ്റു 11. ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് ചെയ്യുമ്പോൾ എന്നിട്ട് കിട്ടാം നമുക്ക് നോക്കാം. 25/2 ഇൻറ്റു 22 പ്ലസ് 24 ഇൻറ്റു 11. 264 പ്ലസ് 22, 25/2 6, 286 ഡിവൈഡഡ് ബൈ 2. 286നെ 143 വരും. 25 ഇൻറ്റു 143 ചെയ്യുമ്പോൾ 25 ഇൻറ്റു 143 25 ഇൻറ്റു 143 3575 വരും. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി, ഇതായിരിക്കും ഉത്തരം. ഓക്കെ, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്ന 2, 3, 4 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് റെപ്ലിക്കയാണ്. അതിൻ്റെ നമ്പേഴ്സ് മാത്രം വ്യത്യാസമുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക, നോട്ടിൽ ആൻസർ ഉണ്ട്. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഇതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. നമ്മൾ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഉള്ളിൽ 9ൻ്റെ മൾട്ടിപ്ലയർ ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു 3 ഡിജിറ്റ് നമ്പറാണ്, അത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. അത്തരത്തിൽ വരുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം സമ്മ് കണ്ടുപിടിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പറും പ്ലസ് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ഏതാ? 10 ടൈംസ് 9 90 ആണ് നമുക്കറിയാം. അപ്പോൾ 11 ടൈംസ് 9 എത്രയായിരിക്കും? 99. അത് 2 ഡിജിറ്റ് നമ്പറാണ്. അതിൻ്റെ കൂടെ വീണ്ടും 9 കൂട്ടിയെ കിട്ടുന്ന നമ്പർ 108 ആണ്. ആദ്യത്തെ ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പറും 9ൻ്റെ മൾട്ടിപ്ലയർ ആയിട്ടുള്ള നമ്പർ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ 9ൻ്റെ മൾട്ടിപ്ലയറും അതുപോലെ തന്നെ 3 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള സാധനം ഏതായിരിക്കും? 999 ആയിരിക്കില്ലേ? നിങ്ങൾ 1000 നിന്ന് ആലോചിച്ച് നോക്കുക. 1000 ഒരു 4 ഡിജിറ്റ് നമ്പറാണ്, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ തൊട്ട് താഴെ ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 999 ആണ്. അതിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അതായത് അത് മൾട്ടിപ്ലയർ ഓഫ് 9 ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ 108ഉം ഏറ്റവും വലിയ നമ്പർ 999 ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 108ൻ്റെ കൂടെ വീണ്ടും 9 കൂട്ടിയാൽ കിട്ടുന്ന 117 ആയിരിക്കും നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടാം. ഓക്കെ, ഇങ്ങനെ കൂട്ടി എഴുതി 999
വരെയുള്ള നമ്പറുകളുടെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സുഖമായി നമുക്ക് ഫസ്റ്റ് ടേം ഈക്വൽ ടു 108 കിട്ടി. ഡി എത്രയായിരിക്കും? 9 ആയിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ടേം നമുക്ക് 999 കിട്ടി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം കൂടി നമുക്ക് കണ്ടുപിടിക്കണം, എത്ര 3 ഡിജിറ്റ് ഇത്തരത്തിലുള്ള 9ൻ്റെ മൾട്ടിപ്ലൈസ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 999 എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഫോർമുല എടുക്കുക, n ഈക്വൽ ടു a + n - 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഫോർമുല എടുക്കുക. n എന്ന് പറയുന്നത് 999 എന്നിടാം ഈക്വൽ ടു 108 പ്ലസ് n - 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 9. ഇങ്ങനെ ഇടുമ്പോൾ 108 പ്ലസ് 9n മൈനസ് 9, ഈ 9 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 999 പ്ലസ് 9 ആവും. അത്ര 1008 കിട്ടും. 1008 ഈസ് ഈക്വൽ ടു 108 പ്ലസ് 9 എന്ന് കിട്ടും. ഇനി ഇങ്ങനെ എഴുതാം, 108 പ്ലസ് 9n ഈക്വൽ ടു 1008. ഇപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. 9n ഈക്വൽ ടു 1008 മൈനസ് 108 എത്ര കിട്ടാം? 1008 മൈനസ് 108 900. 9 ഇപ്പുറത്തേക്ക് എടുത്തു, n ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. അപ്പോൾ n കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയിട്ട് സമ്മിൻ്റെ ഫോർമുല എടുക്കുക, s ഈക്വൽ ടു s ഓഫ് 100 ഈക്വൽ ടു s ഓഫ് n ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് l. s ഓഫ് 100 ഈക്വൽ ടു 100/2 ഇൻറ്റു a 108 പ്ലസ് 999. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ 55530 കിട്ടും. ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലായില്ലേ? അതായത് നമുക്ക് പറഞ്ഞിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എത്ര? അതൊരു 3 ഡിജിറ്റ് നമ്പറാണ് പ്ലസ് 9ൻ്റെ മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പറും 9ൻ്റെ മൾട്ടിപ്ലയർ ആയിട്ടുള്ള നമ്പർ ഏതാ? 100 ആണോ? അല്ല. ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 ആവില്ല. 101 ആവോ? ഇല്ല. 102 ആവോ? 3 ആവോ? അങ്ങനെ ആലോചിച്ച് ആദ്യം വരണ 9ൻ്റെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 108 എന്ന് കിട്ടി. ഏറ്റവും ലാസ്റ്റ് വരുന്നത് 999 എന്ന് കിട്ടി. അത് കഴിഞ്ഞ് നമുക്ക് n അറിയണം. എത്രാമത്തെ ടൈമാണ് 999. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അത് കണ്ടുപിടിച്ച് നമ്മൾ അത് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ പറയണത് nth ടേം ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിക്കണം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം എന്ന് പറയുന്നത് 2n + 3 ആണ്. ഫസ്റ്റ് ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ ജനറൽ ഫോർമുല നമുക്ക് തന്നു. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ n ടേമുകളുടെ സമ്മിൻ്റെ ജനറൽ ഫോർമുല കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം ഒരു സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് Sn ആണെങ്കിൽ അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് n/2 ഇൻറ്റു a പ്ലസ് l ആണ്. a എന്ന് പറയുന്നത് ഇതിലെന്താ? ഫസ്റ്റ് ടേം. l എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം. അതായത് നിങ്ങളൊരു 10 ടേം എടുക്കുന്നുണ്ട് വിചാരിക്കും. ഇപ്പോൾ 1, 2, 3, 4 എക്സെട്ര അങ്ങനെ 10 ടേം. അപ്പോൾ ഇതിലെ 10 എന്ന് പറയുന്നത് ഇതിലെ 10ാമത്തെ ടേമാണ്. ഇതിൽ 1ാമത്തെ ടേം 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? S10 ഈക്വൽ ടു 10/2 ഇൻറ്റു 1 + 10 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സമ്മ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക? Sn ഈക്വൽ ടു 10/2 ഇൻറ്റു ഫസ്റ്റ് ടേം നിങ്ങൾക്ക് അറിയാം. nth ടേം എന്ന് പറയുന്നത് an എന്ന് പറഞ്ഞ് ഇടുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് Sn കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിൽ Sn എന്ന് പറയുന്നത് n/2 ഇൻറ്റു a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം a1 നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് an nth ടേം. ഓക്കെ,
ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിനുള്ള A1 നമുക്ക് കണ്ടുപിടിക്കാം. A1 എത്ര ആയിരിക്കും? ഇതിലെ n-ന് 1 കൊടുക്കുക. 2 + 3 5 ആണ് A1 കിട്ടുക. ഇതിൽ an എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന 2n + 3 ആണ് an എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പോയിട്ട് ഈക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ n = n/2 into A1 which is 5 plus an is equal to 2n plus 3. It will be equal to n/2 into 5 plus 3 8 plus 2n which will be equal to 8 n/2 plus 2n square by 2. 2 into cancel ആയി. ഇത് 4 വന്നു. 4 that means n square plus 4 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സം ഓഫ് n ടേംസിൻ്റെ ജനറൽ ഫോർമുല, അല്ലെങ്കിൽ സം ഓഫ് n ടേംസിൻ്റെ ആൽജിബ്രിക് ഫോം. ഓക്കെ, നിങ്ങൾക്കൊരു സീരീസ് തന്ന് ആ സീരീസിൻ്റെ ഒരു ടേമിൻ്റെ, അതായത് സെർട്ടൻ പൊസിഷനിലെ ടേമിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതാനും പറയും. സെർട്ടൻ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതാനും പറയും. ഓക്കെ, ഇത് സമ്മിൻ്റെ ആൽജിബ്രിക് ഫോമാണ്. ഇതാണ് ടേമിൻ്റെ ആൽജിബ്രിക് ഫോം, ഇത് സമ്മിൻ്റെ ആൽജിബ്രിക് ഫോം. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. സമ്മിൻ്റെ ആൽജിബ്രിക് ഫോം തന്നിട്ട് ഇതിൻ്റെ ടേമിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതാൻ പറയും. ടേമിൻ്റെ ആൽജിബ്രിക് ഫോം തന്നിട്ട് സമ്മിൻ്റെ ആൽജിബ്രിക് ഫോം എഴുതാൻ പറയും. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള ബാക്കി സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വസ്റ്റ്യനൊക്കെ ഇതിൻ്റെ റിപ്പീറ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്വയം ചെയ്ത് നോക്കുക. നോട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പം ഞാൻ സോൾവ് ചെയ്യുന്നില്ല. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നോട്ടിൽ നോക്കാം. നോട്ടിൽ സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ, ബട്ട് പ്രൊസീജിയർ സെയിം ആണ്. ഇനി നമുക്കിതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ടേം തന്നിട്ട് അത് ടേമിൻ്റെ ജനറൽ ഫോർമുല, ടേമിൻ്റെ ആൽജിബ്രിക് ഫോർമുല തന്നിട്ട് അതിൻ്റെ സമ്മിൻ്റെ ആൽജിബ്രിക് ഫോർമുല കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ തന്നെ സമ്മിൻ്റെ ആൽജിബ്രിക് ഫോർമുല തന്നിട്ട് ടേം കണ്ടുപിടിക്കാൻ പറയും. ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള nth ടേം ഓഫ് ഈച്ച് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n² + 2n ആണ്. നമ്മളുടെ അടുത്ത് an കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഒരു സീരീസ് നിങ്ങൾ ആലോചിക്കുക. 1 2 3 4 എക്സെട്ര അപ് ടു 10. ഓക്കെ, ഇതിലെ സം ഓഫ് 10 ടേം എന്ന് പറയുന്നത് 1 + 2 + എക്സെട്ര + 10 അതായിരിക്കും. ഓക്കെ, ഇതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം S1 സം ഓഫ് 1 ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 1 ആയിരിക്കില്ലേ? അപ്പോൾ സം ഓഫ് 1 ടേം എന്ന് പറയുന്നത് എപ്പോഴും S1 എന്ന് പറയുന്നത് എപ്പോഴും A1 ആയിരിക്കും. S1 = A1. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ. കാരണം ഇതിൽ നമ്മൾ എപ്പോഴും പോയിട്ട് നമുക്ക് an കണ്ടുപിടിക്കണമെങ്കിൽ എന്തിട്ടൊക്കെ വേണം? an = A + n-1 × d. എയും ഡിയും നമുക്ക് കിട്ടണം. ഓക്കെ, എ എങ്ങനെ കണ്ടുപിടിക്കുക? എ എന്ന് പറയുന്നത് A1 ആണ്. A1 കണ്ടുപിടിക്കണമെങ്കിൽ S1 കണ്ടുപിടിച്ചാൽ മതി. S1 = A1 ആണ്. നമുക്കിവിടെ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ S1 എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ ഇട്ട് കൊടുക്കുക 1² + 2 × 1 1 + 2 which is equal to 3. നമുക്ക് A1 = 3 കിട്ടി. ഇനി S2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ, ഈ സീരീസിൻ്റെ ഉള്ളിൽ S2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 + 2 അല്ലേ നമുക്ക് കിട്ടുക? ഓക്കെ, അതായത് S2 എന്ന് പറഞ്ഞിട്ട് ഇതിലിട്ടാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2² 4 + 2 × 2 4 8. 8 എന്ന് പറയുന്നത് A1 + A2 അല്ലേ? A1 + A2 ആണ് നിങ്ങൾക്ക് കിട്ടിയ 8 അല്ലേ? A1 + A2 8 ആണെങ്കിൽ ഇതിലെ A2 എത്രയായിരിക്കും? 8 - A1. 8 - A1 which is equal to 3 5. A2 = 5. A2 = 5, A1 = 3. അപ്പോൾ D എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2. 5 - 3. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം കിട്ടി. ഇതിൻ്റെ ഉള്ളിലത്തെ A കിട്ടി, D കിട്ടി. ഇനി ഇത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല. nth ടേം എന്ന് പറയുന്നത്
a1 which is equal to 3 plus n minus 1 into d which is equal to 2. That means 3 plus 2n minus 2 2n plus 1 എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ nth ടേമിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. 2n plus 1. ഓക്കെ, ഇനി ബാക്കിയുള്ള ഇതിലുള്ള 1 2 3 2 3 4 5 ഒക്കെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സിമ്പിളാണ്, സെയിം പ്രൊസീജിയറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യൂല. ഉത്തരങ്ങളൊക്കെ നോട്ടിലുണ്ട്, കറക്റ്റ് കിട്ടണമെന്ന് നോക്കുക. സ്റ്റെപ്പ് വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക, കമൻ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ചോദിക്കുക. ഞാൻ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറൊക്കെ കുറച്ച് കഴിയുമ്പോൾ തരാം. നിങ്ങൾ വ്യൂവേഴ്സൊക്കെ വരുന്നുണ്ടോ നോക്കട്ടെ. ഇനി ഇതിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുള്ള ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാം. അത് നമുക്കറിയാം, നാച്ചുറൽ നമ്പർ ഇത് 20ാമത്തെ നാച്ചുറൽ നമ്പർ 20 ആയിരിക്കും. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് സം ഓഫ് 20 നാച്ചുറൽ നമ്പേഴ്സ് എത്ര ആയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എ നമുക്കറിയാം 1 ആയിരിക്കും, ലാസ്റ്റ് ടേം 20 ആയിരിക്കും, n എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ നിങ്ങൾ ഏത് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കും? s is equal to n/2 into a plus l. സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. n എന്ന് പറയുന്നത് 10/2 into a plus l. ഫസ്റ്റ് ടൈം 1 plus 20 1 plus 20 10/2 into 21 എത്ര വരും? 210/2 105 105 വരും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് പാർട്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇൻട്രസ്റ്റിങ്. ഓക്കെ, സെക്കൻഡ് പാർട്ടിലെടുത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് നാച്ചുറൽ നമ്പേഴ്സ് ബൈ 5 ആഡിങ് 1 ആൻഡ് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ടൈംസ്. അതായത് ഈ സീരീസിലെ ഓരോ ടൈമിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 into 5 plus 1 ആഡ് ചെയ്തു. അതായി അടുത്ത സീരീസിലെ ആദ്യത്തെ നമ്പർ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1 ആഡ് ചെയ്തു. അടുത്തത് 3നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 ആഡ് ചെയ്തു. ഇങ്ങനെ ഒരു സീരീസ്. ഇതിൻ്റെ സം ഓഫ് 20 നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എടുത്ത ഈ സീരീസ് തന്നെ ഫസ്റ്റ് ചെയ്താൽ 5 6 25 10 plus 11 15 1 16 ഇതാണ് സീരീസ്. ഇതിലെന്തൊക്കെ നമുക്കറിയാം? എ എന്ന് പറയുന്നത് 6 അറിയാം, ഡി എന്ന് പറയുന്നത് 5 അറിയാം. നമുക്ക് S20 n എന്ന് പറയുന്നത് 20 എന്നറിയാം. S20 എന്ന് പറഞ്ഞാൽ എന്താ? 20 S20 എന്ന് എഴുതണ്ട. SN എന്ന് പറഞ്ഞാൽ ഈ ഫോർമുലയോടെ എടുക്കാൻ പറ്റുമോ? കാരണം നമുക്ക് ഇതിലെ ലാസ്റ്റ് ടേം അറിയില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫോർമുല എടുക്കാം. n/2 into 2a plus n minus 1 into d. ഈ ഫോർമുല നമ്മൾ എടുത്തു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ n എത്രയാണ്? 20/2 into 2 times a 12 plus n minus 1 19 into d 5 10 into 12 plus 19 into 5 12 into 19 into 5 95 വരും. ഇതിൻ്റെ ആൻസർ വിൽ ബി 1070. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 95 പ്ലസ് 12 എന്ന് പറയുന്നത് 7 107. ഓക്കെ, 107 into 10 170. ഓക്കെ, 170 വരും. നമ്മുടെ ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൻ്റെ n ടേമിൻ്റെ ആൽജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. nth ടേമിൻ്റെ ആൽജിബ്രിക് ഫോം എങ്ങനെ കണ്ടുപിടിക്കുക? s n equal to n/2 into 2a plus n minus 1 into d. നമുക്ക് ഇതിലെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ
ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. n/2 ഇൻറ്റു 2 ടൈംസ് 6 ഇൻറ്റു പ്ലസ് n-1 ഇൻറ്റു d which is equal to 5. Okay, n/2 12 plus 5n minus 5 n/2 into 12 minus 5 7 plus 5n 5n in ഈ 1/2 അവിടെ തന്നെ ഇടാം. 1/2 ഇൻറ്റു 5n സ്ക്വയർ പ്ലസ് 7n. ഇതാണ് ഇതിൻ്റെ nth ടൈമിൻ്റെ ഫോർമുല. ഓക്കെ, സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് 25 ടൈംസ് ഓഫ് ഒന്നുമില്ല. അതായത് 2 സീരീസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 15, 21, 27 എക്സെട്ര 7, 13, 19 എക്സെട്ര. ഓക്കെ, ഇതിൽ നമുക്കറിയാം ആദ്യത്തെ ടൈമിൽ ആദ്യ സീരീസിൽ കുറച്ചുകൂടി വലിയ നമ്പേഴ്സാണ്. അപ്പോൾ ഈ ആദ്യത്തെ സീരീസിലെ 25 നമ്പേഴ്സിൻ്റെ സമ്മ് S25 ഓഫ് 1 എന്ന് പറയുന്നത് വലുതായിരിക്കും. S25 ഓഫ് ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ. ഓക്കെ, സെക്കൻഡ് സീരീസ്, അതായത് ഫസ്റ്റ് സീരീസിൻ്റെ 25 ടേംസിൻ്റെ സമ്മും സെക്കൻഡ് ടേംസിൻ്റെ 25 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമുക്ക് സാധാരണ രീതിയിൽ ആലോചിക്കണമെങ്കിൽ ഇതുവരെ ചെയ്ത കണക്കുകളൊക്കെ വെച്ച് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. S25 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറഞ്ഞുള്ള ഫോർമുല വെച്ചിട്ട് ഈ n എന്ന് പറയുന്നത് 25 ഇട്ട് കൊടുത്ത്, a എന്ന് പറയുന്നത് ഇത് ഇട്ട് കൊടുക്കുക, d എന്ന് പറയുന്നത് 25 - 15 എത്ര വരാ 6 ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെയും S25 കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ മറ്റേ രണ്ട് എണ്ണത്തിൻ്റെ S25 കണ്ടുപിടിക്കുക. എന്നിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇതിനേക്കാൾ എളുപ്പമായിട്ടുള്ള വഴി ഇതിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ 2 സീരീസ് നിങ്ങൾ ക്ലോസ്ലി നോക്കുക. ഈ 2 സീരീസിൻ്റെയും കോമൺ ഡിഫറൻസ് സെയിമാണ്. 21 - 15 എന്ന് പറഞ്ഞാൽ 6 ആണ്. 13 - 7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടേമിൻ്റെയും ഇത് അടിക്കുക, 2 അടിയിൽ ചെയ്താൽ എന്നിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 15 - 7 എത്ര കിട്ടുക? കഴിഞ്ഞ 8, 9, 10, 11, 12, 13, 15 - 7 9, 10, 11, 12, 13, 14, 15. 15 നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 8 കിട്ടും. 21 നിന്ന് 13 കുറച്ച് എത്ര കിട്ടും? 8 കിട്ടും. 27 നിന്ന് 19 കുറച്ച് കഴിഞ്ഞാൽ 8 കിട്ടും. അതായത് എല്ലാ ടൈമും തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. അങ്ങനെ 25 ടൈമിൻ്റെ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സീരീസിൻ്റെയും ഡിഫറൻസ് കിട്ടില്ല. അപ്പോൾ 25 ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഇത് 200 ആയിരിക്കും 2 സീരീസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ 2 മാർക്കിനൊക്കെ ഈ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ 2 എണ്ണത്തിൻ്റെയും S25 കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഇത് കുറച്ചൊക്കെ ചെയ്യാൻ അത്ര സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം വരണമെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിലെ ഇത് 7th ക്വസ്റ്റ്യൻ ആയിരുന്നു. 8th ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ 8th 10th term of arithmetic sequence is 50. Okay, 21st time is 75. Calculate the sum of 30 times of the sequence. Sum of 30 times of the sequence കണ്ടുപിടിക്കണം. നിങ്ങൾ ശരിക്കും ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം കാണുമ്പോൾ ചിന്ത എങ്ങനെ വരാം? A10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്, A21 തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എയും ഡിയും കണ്ടുപിടിച്ചിട്ട് S is equal to n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറഞ്ഞ ഫോർമുലയിൽ എയും ഡിയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 എന്നുള്ളത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നാണ് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ a പ്ലസ്
9d ഈക്വൽ ടു 50, a പ്ലസ് 20d ഈക്വൽ ടു 75 എന്ന് എഴുതി. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചു, അപ്പോൾ അത് എ ക്യാൻസലായി പോവും, നിങ്ങൾക്ക് ഡി കിട്ടും. ഡി കിട്ടിക്കഴിഞ്ഞാൽ ഡി ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ഫോർമുലയിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സം കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിൽ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള വഴിയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. സം ഓഫ് 30 ടൈംസ്, അതിൻ്റെ വേറൊരു ഫോർമുല ഉണ്ട്, n/2 ഇൻറ്റു a1 പ്ലസ് an, ഓർ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് nth ടൈം ആയിരിക്കുമല്ലോ. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. a1 പ്ലസ് an, അതായത് ഇവിടെ n എന്ന് പറയുന്നത് 30 അല്ലേ, അപ്പോൾ അതായത് 30/2 ഇൻറ്റു a1 പ്ലസ് a30. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു പ്രോപ്പർട്ടി ഓഫ് സീരീസ് പഠിച്ചിട്ടുണ്ട്. അതായത് സം ഓഫ് പൊസിഷൻസ് സെയിം ആണെങ്കിൽ സം ഓഫ് ടേംസ് സെയിം ആയിരിക്കും. 30 പ്ലസ് 1 31 അല്ലേ, ഈ 21 പ്ലസ് 10 31 അല്ലേ. അതായത് ഇതിനർത്ഥം സം ഓഫ് പൊസിഷൻ ഈക്വൽ ടു സം ഓഫ് ടേംസ്. സം ഓഫ് പൊസിഷൻ ഈക്വൽ ആണെങ്കിൽ സം ഓഫ് ടേംസും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അതായത് 21 പ്ലസ് 10 31 ആയതുകൊണ്ട് 13 പ്ലസ് 1 31 ആയതുകൊണ്ട് a1 പ്ലസ് a30 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു a10 പ്ലസ് a21. നമുക്ക് a10 പ്ലസ് a21 അറിയാം. 50 പ്ലസ് 75 വിച്ച് ഈസ് ഈക്വൽ ടു 125 അല്ലേ, 125. അപ്പോൾ നിങ്ങൾക്ക് a1 പ്ലസ് a30 കിട്ടി, ഡയറക്റ്റ് ഇവിടെ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി തീർന്നില്ലേ. 125 ഇൻറ്റു 3 375 3750 divided by 2 which is equal to something 3750 divided by 2 1875 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് മനസ്സിലായില്ലേ കാര്യം? അതായത് നിങ്ങൾക്ക് മറ്റേ വഴിയിൽ ചെയ്യാം. അതായത് ഒരു സീരീസിൻ്റെ 10th ടേമും 21th ടേമും തന്നിട്ടുണ്ട്, 30 ടൈംസിൻ്റെ സമ്മ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചിട്ട് s ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറഞ്ഞ സാധനത്തിൽ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ സിമ്പിളായിട്ടല്ല, കുറച്ച് ബുദ്ധിമുട്ടിയായിട്ട് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സം ഓഫ് പൊസിഷൻ ഓഫ് ടേം ഈക്വൽ ആണെങ്കിൽ അതായത് സം ഓഫ് പൊസിഷൻ ഈക്വൽ ആണെങ്കിൽ സം ഓഫ് ടേംസ് ഈക്വൽ ആയിരിക്കും. അതായത് a21 പ്ലസ് a10 എന്ന് പറയുന്നതും a1 പ്ലസ് a30 എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അപ്പോൾ 50 പ്ലസ് 75 ഇവിടെ കൊണ്ടിട്ട് കൊടുക്കുക, സിമ്പിളായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ മൊത്തം ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താ? നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യലല്ല, നമ്മളെ വാല്യുവേറ്റ് ചെയ്യണ പരിപാടി എന്ന് പറഞ്ഞാൽ എക്സാമാണ്. എക്സാമിന് വരുന്ന പ്രോബ്ലംസ് എത്ര നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണോ അതനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിൽ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് എക്സാമിൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഉപകാരം വരും. പക്ഷേ എക്സാമിലെ പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ അരിത്തമെറ്റിക് സീക്വൻസും അത് കഴിഞ്ഞ് അപ്പം തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് ഓഫ് ആൽജിബ്ര എടുത്ത് വേറെ ഒന്നുകൊണ്ടല്ല. നിങ്ങൾക്ക് എക്സാമിന് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ മാത്രമായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മാത്രമായിട്ടല്ല ക്വസ്റ്റ്യൻ വരാം. ഫസ്റ്റ് ചാപ്റ്റർ പ്ലസ് ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ മിക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിലും അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു 5 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്യുമ്പോൾ ആ ഒരു ഒറ്റ ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സാമിന് ഒരു 5 മാർക്ക് കിട്ടാനുള്ള, അല്ലെങ്കിൽ ഒരു 4 മാർക്കെങ്കിലും മിനിമം കിട്ടാനുള്ള കാര്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സും കണ്ടിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും മക്കളെ, എവിടെയും പോവില്ല. കുറച്ച് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ് എന്തായാലും കാണുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതുവരെ
ഇതുവരെ ചെയ്യിപ്പിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ഇതുവരെ ചെയ്ത ക്ലാസ്സിൻ്റെ PPTയും പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ ക്ലാസ് നോട്ടും രണ്ടും എല്ലാ വീഡിയോയുടെ ലിങ്കിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സും ചെയ്യുമ്പോഴും നിങ്ങൾ ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് റെഫർ ചെയ്യുക, അതുപോലെ തന്നെ PPT റെഫർ ചെയ്യുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വൺസ് വീഡിയോ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ PPTയും ക്ലാസ് നോട്ടും വെച്ച് പഠിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യണ ഇത്തരത്തിലുള്ള ക്ലാസ് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യും. ഞാൻ 5 കൊല്ലത്തെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ 10 കൊല്ലത്തേക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഭയങ്കര ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാം എല്ലാ സ്ഥലത്തും ടച്ച് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ വീണ്ടും വല്ലതും മിസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണാം. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോണ ഇനി ചെയ്യാൻ പോണത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനാണ് പോണത്. അപ്പോൾ അടുത്ത ക്ലാസ് എന്തായാലും കാണാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിന് തേർഡ് ചാപ്റ്ററിന് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തു. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.